ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 46-ാമത്തെ അധ്യായം വരെയാണ് ചിന്തിച്ചത്. ഇന്ന് 47 മുതൽ 50-ാമത്തെ അധ്യായം വരെ, ഉൽപ്പത്തി മൊത്തം 50 അധ്യായങ്ങളാണ്. അപ്പോൾ അതിൽ 50-ാമത്തെ അധ്യായം വരെ, 47 മുതൽ 50-ാമത്തെ അധ്യായം വരെ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നു. അപ്പോൾ 46-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് യോസഫ് മിസ്രൈമിൽ വലിയൊരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. അതിനുശേഷം സഹോദരന്മാർ വന്നപ്പോൾ അവരെ ഒന്ന് പരീക്ഷിക്കുന്നതിനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം സ്വയം വെളിപ്പെടുത്തി. അതിനുശേഷം തൻ്റെ പിതാവായ യാക്കോബിനെയും തൻ്റെ സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും അവരുടെ സകല സ്വത്തുക്കളുമൊക്കെ ആയിട്ട് ഫറവോൻ്റെ നാട്ടിലേക്ക്, അതായത് മിസ്രൈമിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവർ എത്തിയപ്പോൾ യോസഫ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ജോലി എന്തെന്ന് ഫറവോൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇടയന്മാരാണ്, കന്നുകാലികളെയും ആടുകളെയും മേയ്ക്കുന്നതാണ് തങ്ങളുടെ ജോലി എന്ന് പറയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കവിടെ നിൽക്കുവാനായിട്ട് കഴിയൂ. അങ്ങനെ ആകുമ്പോഴത്തേക്കും മിസ്രൈം ദേശത്തിലുള്ള ആളുകൾ നിങ്ങളോട് കുറച്ച് അകലം പാലിച്ച് നിൽക്കും എന്നുള്ള നിലയിൽ അത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 47-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസഫ് എന്നിട്ട് ഇവരെല്ലാം വന്നതായിട്ടും അവരുടെ സ്വത്തുക്കളും എല്ലാം ആടും മാടും എല്ലാം കൊണ്ടുവന്ന് കനാൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ ഗോശൻ ദേശത്ത്, അതായത് മിസ്രൈമിലെ ഗോശൻ ദേശത്ത് ഇരിക്കുന്നതായിട്ട് ഫറവോനോട് ബോധിപ്പിച്ചു. അതിൽ നിന്ന് ഒരു 5 പേരെ, തൻ്റെ സഹോദരന്മാരിൽ ഒരു 5 പേരെ കൂട്ടിക്കൊണ്ട് ഫറവോൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. അപ്പോൾ ഫറവോൻ അവരോട് എന്താണ് നിങ്ങളുടെ ജോലി എന്ന് ചോദിച്ചപ്പോൾ, തൊഴിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ, അടിയങ്ങളുടെ പിതാക്കന്മാർ ഇടയന്മാരാകുന്നുവെന്ന് അവർ പറയാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവിടെ കനാൻ ദേശത്ത് ക്ഷാമം വളരെ കഠിനമാണ്. അവിടെ അടിയങ്ങളുടെ ആടുകൾക്കൊന്നും മേച്ചിലില്ല. അതുകൊണ്ട് ഇവിടെ പാർത്തു കൊള്ളട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഫറവോൻ യോസഫിനോട് അവരെല്ലാവരും ഗോശൻ ദേശത്ത് തന്നെ പാർത്തു കൊള്ളട്ടെ, അവരിൽ നല്ല ആളുകളുണ്ടെങ്കിൽ ഫറവോൻ്റെ തൻ്റെ ആടുകളുടെ മേൽ വിചാരന്മാരാക്കി കൂടി ചിലരെ വയ്ക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഫറവോൻ അത് അനുവദിച്ചു കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ യോസഫ് പിന്നീട് ചെന്നിട്ട് യാക്കോബിനെ, അതായത് തൻ്റെ അപ്പനായ യാക്കോബിനെയും ഫറവോൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ ഫറവോൻ എൻ്റെ അടുത്തെത്തിയ യാക്കോബ് ഫറവോനെ അനുഗ്രഹിക്കാനും ഒക്കെ ഇടയായി തീർന്നു. ഫറവോനോട് എത്ര വയസ്സായി എന്ന് ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിക്കുന്ന ഒരു കാര്യം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫറവോൻ യാക്കോബിനോട് ചോദിച്ചപ്പോൾ യാക്കോബ് പറയുന്നത്, എനിക്ക് പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു എന്ന് പറയുന്നതാണ്. അതായത് 130-ാമത്തെ വർഷത്തിലാണ് യാക്കോബ് അവിടെ എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ അവർക്ക് വേണ്ട നല്ല സ്ഥലങ്ങളെല്ലാം ലഭിക്കുന്നതിനിടയായി തീർന്നു. അങ്ങനെ അവർ മിസ്രൈമിൽ അവരുടെ പരദേശ ജീവിതം, പ്രവാസ ജീവിതം ആരംഭിച്ചു. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുമ്പോഴത്തേക്കും ആ പ്രദേശത്തെല്ലാം ക്ഷാമം വളരെയധികം കൂടിക്കൊണ്ട് വന്നു. അപ്പം അങ്ങനെ മിസ്രൈം ദേശത്തുള്ള ജനങ്ങൾക്കും പണം കൊടുത്ത് ഇത് വാങ്ങിക്കുവാനുള്ളൊരു കഴിവ് ഒക്കെ ഇല്ലാതെയായി തീർന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ആദ്യം ജനങ്ങൾ പണം കൊടുത്ത് യോസഫിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം വാങ്ങി. അങ്ങനെ രാജ്യത്തുള്ള സകല പണവും യോസഫിൻ്റെ അടുത്ത്, അതായത് ഫറവോൻ്റെ അടുത്ത് വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം പണമെല്ലാം ഇല്ലാതെയായി തീർന്നപ്പോൾ പിന്നെയും അടുത്ത വർഷമായപ്പോഴത്തേക്കും പണമെല്ലാം തീർന്നുപോയി, ഞങ്ങൾക്ക് ആഹാരം തരണമെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആടുമാടുകളെ തരുവിൻ, പണം തീർന്നു പോയെങ്കിൽ അതിന് നിങ്ങളുടെ ആടുമാടുകളുടെ വിലയായി ഞാൻ വാങ്ങി ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെയും കുതിര, ആട്, കഴുത എല്ലാത്തിനെയും കൊണ്ടുവന്ന് യോസഫിന് കൊടുത്ത് അതിൻ്റെ വിലയ്ക്ക് ആഹാരം, ധാന്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് ഇടയായി
തീർന്നു. അങ്ങനെ ആ ആണ്ട് പിന്നെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത ആണ്ടിൽ അവർ പിന്നെയും ചെന്നിട്ട് ഇനി ഞങ്ങളല്ലാതെ ഞങ്ങളും ഞങ്ങളുടെ സ്ഥലങ്ങളും അല്ലാതെ വേറൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് ഞങ്ങളെ തന്നെ ഫറവോന് അടിമകളായിരിക്കട്ടെ, ഞങ്ങളുടെ നിലവുമായി ഫറവോന് അടിമകളായിരിക്കട്ടെ. എന്നാൽ ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് വിത്ത് തരണം, ധാന്യവും തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ആ രാജ്യത്തുള്ള സകല ആളുകളും സ്വയം ഫറവോന് അടിമകളായിട്ട് സമർപ്പിക്കുകയും അവരുടെ നിലങ്ങളെല്ലാം ഫറവോൻ വിലയ്ക്ക് വാങ്ങിക്കാനും ഇടയായി തീർന്നു. അങ്ങനെ അതിനുശേഷം ഈ ജനങ്ങളെല്ലാം പിന്നീട് യോസഫ് ഓരോ പട്ടണങ്ങളിലേക്ക് മാറ്റി മാറ്റി പാർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നതായിട്ട് കാണുന്നുണ്ട്. പുരോഹിതന്മാരായിട്ട് അറിയപ്പെടുന്നവരുടെ മാത്രം നിലം വാങ്ങിച്ചിരുന്നില്ല, അവർക്ക് പ്രത്യേക അവകാശം ഫറവോൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് അത് മാത്രം വാങ്ങിച്ചില്ല, ബാക്കിയുള്ളതെല്ലാം വാങ്ങി ജനങ്ങളെല്ലാം ഓരോരോ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവർക്ക് പിന്നീട് വിത്ത് കൊടുത്തിട്ട് വിളവെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ 1/5 ഫറവോന് കൊടുക്കണമെന്നുള്ള ഒരു ധാരണയിൽ കൊടുക്കുന്നതിന് ഇടയായി തീർന്നു. അങ്ങനെ അത് എത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും അത് പിന്നീട് മിസ്രൈമിലൊരു നിയമമായിട്ട് പിന്നീട് കാലങ്ങളോളം പിന്നീട് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഇസ്രായേൽ മിസ്രൈം രാജ്യത്ത് ചെന്ന് താമസിച്ച് അവരവിടെ വലിയ ഒരു അവകാശമുള്ള ഒരു ജനതയായിട്ട് വളർന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അതിനുശേഷം യാക്കോബ് മിസ്രൈം ദേശത്ത് വന്ന് 17 വർഷമാണ് ജീവിച്ചിരുന്നത്. യാക്കോബിൻ്റെ മൊത്തം ആയുഷ്കാലം 147 സംവത്സരമായിരുന്നു എന്ന് പറയുന്നുണ്ട്. യാക്കോബ് ആദ്യം വന്നപ്പോൾ ഫറവോൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞ പ്രായം 130 വർഷം. അതിൻ്റെ കൂടെ 17 കൂട്ടിയാൽ 147. അങ്ങനെ മരിക്കാനുള്ള സമയമായെന്ന് ഇസ്രായേലിന്, അതായത് യാക്കോബിന് മനസ്സിലായപ്പോൾ തൻ്റെ മകനെ വിളിച്ചിട്ട് താൻ മരിക്കുമ്പോൾ തന്നെ തൻ്റെ പിതാക്കന്മാരുടെ അടുത്ത്, തൻ്റെ പിതാക്കന്മാരെ അടക്കിയ സ്ഥലത്ത് തന്നെ, മമ്മറ എന്ന സ്ഥലത്ത്, അവിടെ അബ്രഹാം വിലയ്ക്ക് വാങ്ങിച്ച സ്ഥലത്ത് അവിടെയുള്ളൊരു ഗുഹയുണ്ട്, ആ ഗുഹയെ തന്നെ അടക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. അപ്പോൾ യോസഫ് സമ്മതിച്ചു. അങ്ങനെ സത്യം ചെയ്തു കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം 48-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പൻ അസുഖമായിട്ട് കിടക്കുന്നു എന്നുള്ള വർത്തമാനം യോസഫിന് കിട്ടി. ഉടനെ അവൻ തൻ്റെ പുത്രന്മാരായ 2 മനശ്ശെയും എഫ്രൈമിനെയും വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും യോസഫ് ദൈവം തനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് യോസഫിനോട് പറയുകയും അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ യോസഫിൻ്റെ 2 പുത്രന്മാരെ, അത് യാക്കോബിൻ്റെ സന്തതി പരമ്പരകളുടെ എന്ന നിലയിൽ തന്നെ അവരെ കണക്കാക്കാൻ വേണ്ടിയിട്ട് അവരെ തനിക്ക് ഉള്ളവർ ആയിരിക്കട്ടെ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ യാക്കോബിൻ്റെ 12 പുത്രന്മാരെ പോലെ തന്നെ മനശ്ശെയും എഫ്രൈമിനെയും ഗോത്രമായിട്ട് തന്നെ യാക്കോബ് അവിടെ വെച്ച് എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പിന്നീടുള്ള വേദഭാഗങ്ങളിൽ കാണുമ്പോൾ യോസഫിൻ്റെ പുത്രന്മാരായ മനശ്ശെയും എഫ്രൈമിനെയും പ്രത്യേകമായിട്ട് എണ്ണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അതിനുശേഷം 2 പുത്രന്മാരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം 2 പുത്രന്മാരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ അടുത്ത് വിളിച്ച് 2 പേരെ അനുഗ്രഹിക്കുന്നതിന് കൈ നീട്ടിയപ്പോൾ തൻ്റെ വലങ്കൈ നീട്ടി എഫ്രൈമിൻ്റെ തലയിലും ഇടങ്കൈ മൂത്തവനായ മനശ്ശെയുടെ തലയിലുമായിട്ട് കൈകളെ പിണച്ചു വെച്ചു. അങ്ങനെയാണ് അനുഗ്രഹിച്ചത്. അങ്ങനെ 2 കുട്ടികളെയും അനുഗ്രഹിച്ചു. അവർക്ക് വളരെയധികം തൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെയും ദൈവം സകല ദോഷങ്ങളിൽ നിന്ന് വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ആ ഒരു പരമ്പരകളിൽ പാരമ്പര്യമായുള്ള അനുഗ്രഹം ആ 2 കുട്ടികളിലേക്കും പകർന്നു കൊടുക്കുവാനായിട്ട് അപ്പോൾ ഇടയായി തീർന്നു. അപ്പോൾ ഇത് ഇങ്ങനെ പിണച്ചു വെച്ചിരിക്കുന്നത് കണ്ട് എഫ്രൈമിൻ്റെ തലയിൽ, എഫ്രൈമാണ് ഇളയവൻ, എഫ്രൈമിൻ്റെ തലയിൽ
അപ്പൻ വലങ്കൈ വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ യോസഫിന് ഇഷ്ടക്കേട് തോന്നി. ഇഷ്ടക്കേട് തോന്നി തലേന്ന് ആ കൈ മാറ്റി പിടിക്കാൻ വേണ്ടി യോസഫ് നോക്കിയപ്പോൾ യാക്കോബ് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, എൻ്റെ അപ്പ ഇവനല്ലോ ആദിജാതൻ, അതുകൊണ്ട് ഇവൻ്റെ തലയിൽ വലങ്കൈ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ അപ്പൻ സമ്മതിച്ചില്ല. മകനെ, എനിക്കറിയാം, ഇവനും ഒരു വലിയ ജനമായി തീരും, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ ഇവനേക്കാൾ അധികം വർദ്ധിക്കും, അവൻ്റെ സന്തതി ജനസമൂഹമായി തീരും എന്ന് പറഞ്ഞ് ഇളയ ആളെ മൂത്തവൻ്റെ മുമ്പേ കയറ്റി വയ്ക്കുവാനായിട്ടാണ് ഇടയായി തീർന്നു. അങ്ങനെ 49-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് പിന്നീട് തൻ്റെ പുത്രന്മാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ അനുഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അതിലേറ്റവും കൂടുതൽ അനുഗ്രഹം കൊടുത്തത് യോസഫിനാണ്. യോസഫ് വളരെയധികം വളരെ വലിയ പ്രബലമായിട്ട് തീരും യോസഫിൻ്റെ ജാതികളെന്ന് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം അവരോട് വീണ്ടും തൻ്റെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഇടയിൽ തീർന്നു. അബ്രഹാം ഹിത്യനായ എഫ്രോൻ്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിച്ച ആ നിലത്തിലെ ഗുഹയിൽ പിതാക്കന്മാരുടെ അടുക്കൽ തന്നെ അടക്കണം, കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം. അങ്ങനെ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ. അങ്ങനെ അവിടെ അബ്രഹാമിനെയും അബ്രഹാമിൻ്റെ ഭാര്യയെ സാറയെയും പിന്നെ ഒരു പുത്രനായ ഇസ്ഹാക്കിനെയും ഇസ്ഹാക്കിൻ്റെ ഭാര്യയെ റിബേക്കയെയും പിന്നീട് ലേയെയും അവിടെ അടക്കി. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലത്ത് തന്നെ വീണ്ടും തന്നെയും അടക്കണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ യോസഫ് പിന്നീട് 50-ാമത്തെ അധ്യായത്തിൽ, അതായത് ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് 50-ാമത്തെ ലാസ്റ്റ് വാചകത്തിൽ ഇതെല്ലാ കാര്യങ്ങളെല്ലാം ആജ്ഞാപിച്ചതിന് ശേഷം യാക്കോബ് തൻ്റെ പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു. അതായത് യാക്കോബ് മരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം 50-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ യാക്കോബിനെ അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളും പ്രൊസീജിയേഴ്സൊക്കെ കാണുന്നതിനായിട്ട് സാധിക്കും. 40 ദിവസം സുഗന്ധവർഗ്ഗം ഇടുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ. അങ്ങനെയാണ് ഈ മിസ്രയീമിൽ നമുക്ക് അല്ലാതെയുള്ള ചരിത്രത്തിലൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കാരണം മിസ്രയീം ദേശത്ത് ഒരു വലിയ രീതിയിലുള്ള ശവകുടീരങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു രീതി അനുസരിച്ച് സുഗന്ധവർഗ്ഗം ഇട്ട് ഈ ബോഡിയിലിട്ട് അങ്ങനെ അത് കൂടുതൽ നാളത് സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു പതിവ് അവിടെയുണ്ട്. അത് നമുക്ക് ഈ പാഠഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ 70 അങ്ങനെ സുഗന്ധവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് അവിടുത്തെ ഒരു ആചാരപ്രകാരം 70 ദിവസം മിസ്രയീമ്യർ അവനെക്കുറിച്ച് വിലാപം കഴിച്ചുവെന്ന് അവിടെ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അന്നത്തെ ആ ഒരു മിസ്രയീം ദേശത്തിലെ ആ ഒരു രീതി വെച്ചിട്ട്. അതിനുശേഷം യോസഫ് പിന്നീട് ഫറവോനോട് അപ്പനെ കനാൻ ദേശത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സത്യം ചെയ്ത് അവിടെ പോയി കൊണ്ടുപോയി അടക്കണമെന്ന്, കല്ലറയിൽ അടക്കണമെന്ന് പറഞ്ഞ് സത്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അനുവാദം തരണമെന്ന് ചോദിക്കുകയും അങ്ങനെ ഫറവോൻ സമ്മതിച്ചു. അങ്ങനെ ഫറവോൻ്റെ വൃത്യന്മാരും കോവിലധികാരികളും മിസ്രയീം ദേശത്തിലെ പ്രമാണികളും യോസഫിൻ്റെ കുടുംബമൊക്കെയും അവൻ്റെ സഹോദരന്മാരും പ്രതിഭവനും എല്ലാവരും അവനോട് കൂടെ പോയി. കുഞ്ഞു കുട്ടികളെയും ആടുപാടുകളെയും മാത്രമേ കൊണ്ടുപോകാതിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രഥങ്ങളും കുതിരയും ആളുകളും അങ്ങനെ വളരെ വലിയ ഒരു കൂട്ടമായിട്ട് അവർ യോർദാൻ അക്കലെയുള്ള ആരൻ ഗാദാദിലെത്തി 7 ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു. അങ്ങനെ ആ സ്ഥലത്ത് ചെന്നിട്ട് ഈ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് യാക്കോബിനെ അടക്കം ചെയ്തു. അതിനുശേഷം അവരെല്ലാവരും കൂടെ തിരിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോന്നു.
അപ്പോൾ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുന്ന യാക്കോബ് മരിച്ചു മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുന്ന ആ സമയത്ത് യോസഫിൻ്റെ സഹോദരന്മാർ പക്ഷേ വീണ്ടും അവർക്ക് പഴയ പ്രതികാരം ഒരുപക്ഷെ യോസഫ് ഇനി തങ്ങളോട് ചെയ്തേക്കും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ അവരത് പ്രകടിപ്പിക്കുകയും എന്നാൽ യോസഫ് അവരോട് ചെന്നിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നുവോ, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, അത് പണ്ട് ദോഷം വിചാരിച്ചുകൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. മിസ്രൈം ദേശത്തിലേക്ക് പോയ വ്യാപാരികൾക്ക് വിൽക്കുന്നതായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ദൈവം അത് ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് വലിയൊരു ഗുണത്തിന് പാത്രമാക്കി തീർത്തു. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി. അങ്ങനെ അവർ അവിടെ താമസിക്കുകയും യോസഫിൻ്റെ മൊത്തം ആയുസ് 110 സംവത്സരം, അത് 110 വർഷമാണ് യോസഫ് ജീവിച്ചിരുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എഫ്രൈമിൻ്റെ 3-ാം തലമുറയിലെ മക്കളെയും കണ്ടു. മനശ്ശെയുടെ മകനായ മാക്കീറിൻ്റെ മക്കളും യോസഫിൻ്റെ മടിയിൽ വളർന്നു. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ഭാഗം നോക്കുമ്പോൾ നമുക്ക് പിന്നീട് ഓർമ്മ വരുന്ന വേറൊരു സംഗതി, ഉൽപ്പത്തി പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് അരുളപ്പാട് കൊടുക്കുകയും അനുഗ്രഹം കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ 15-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിൻ്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടയ്ക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അതായത് അങ്ങോട്ട് പോകുന്ന തലമുറയിലെ 4-ാമത്തെ തലമുറക്കാർ തിരിച്ചിങ്ങോട്ട് മടങ്ങി വരും. അമോര്യരുടെ ആക്രമണം ഇതുവരെ തടഞ്ഞിട്ടില്ല എന്ന് അരുളിച്ചെയ്തു. അപ്പോൾ ആ ഒരു അനുഗ്രഹത്തിൻ്റെ അതേ തുടർച്ചയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് യോസഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. യോസഫിൻ്റെ മകനായ എഫ്രൈമിൻ്റെ 3-ാമത്തെ തലമുറയിലെ മക്കളെയും യോസഫ് കണ്ടു എന്ന് പറയുന്നുണ്ട്. അതായത് എഫ്രൈമും 3 തലമുറയും കൂടി ചേർത്ത് പിന്നെ യോസഫിൻ്റെ ആ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യോസഫിൻ്റെ 4-ാമത്തെ തലമുറയാണ് ഈ എഫ്രൈമിൻ്റെ 3-ാമത്തെ തലമുറയിലെ മക്കൾ. അപ്പോൾ അത്രയും ആ 4-ാമത്തെ തലമുറയും അവരുടെ മക്കളുമാണ് പിന്നീട് തിരിച്ച് മിസ്രൈമിൽ നിന്ന് തിരിച്ച് പോരുന്നതായിട്ട് നമുക്ക് പിന്നീടുള്ള പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് പണ്ട് അബ്രഹാമിൻ്റെ ദൈവം പറഞ്ഞിട്ടുള്ള, അതായത് അങ്ങോട്ട് പോകുന്ന ആ സന്തതി പരമ്പരകളുടെ 4-ാമത്തെ തലമുറകളും അവരുടെ മറ്റ് മക്കളും ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ 4-ാമത്തെ തലമുറകൾ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോരുന്നതായിട്ട്, തിരിച്ച് കനാൻ ദേശത്തേക്ക് തിരിച്ച് ദൈവം പോരുന്നതായിട്ടല്ല ദൈവം വരുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പണ്ട് അരുളി ചെയ്ത് അതെന്താണോ അത് പിന്നീട് പ്രവൃത്തിയിൽ വരുന്നതായിട്ട് നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അബ്രഹാമിൻ്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ എത്രയോ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണെന്നുള്ളതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അബ്രഹാമിൻ്റെ കാലത്ത്, അബ്രഹാമിൻ്റെ നല്ല സമയത്താണ് ഇങ്ങനെ അരുളി ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇസഹാക്ക്, യാക്കോബ് അവരെല്ലാം കഴിഞ്ഞ് പിന്നെ യോസഫ് വന്നു. യോസഫും പോയി, എഫ്രൈമും കഴിഞ്ഞ് പിന്നെയും തലമുറകൾ കഴിഞ്ഞ് അങ്ങനെ അതിന് ശേഷമാണ് ഇവർ തിരിച്ചു പോരുന്നത്. അപ്പോഴത്തേക്കും 400 വർഷം, അത് കൃത്യമായിട്ട് 430 വർഷം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വർഷക്കാലം അവർ അവിടെ പ്രവാസികളായിരുന്നു. എന്നാൽ യോസഫിൻ്റെ കാലത്ത് അവർ വളരെയധികം നന്നായിട്ട് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം അവരുടെ അവസ്ഥ പിന്നീട് വളരെ മോശമായിട്ട് മാറുകയും, അതും ദൈവം നേരത്തെ അരുളി ചെയ്തതുപോലെ അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ആദ്യമൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പിന്നീട് അത്
വലിയ പീഡനത്തിലേക്ക് പിന്നീട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ എക്സോഡസ് പുറപ്പാട് പുസ്തകത്തിലാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. എന്തായാലും വളരെ കൃത്യമായിട്ട് എന്തൊക്കെയാണോ അരുളി ചെയ്തത് അതുപോലെ തന്നെ അച്ചട്ടായിട്ട് പിന്നീട് വരുന്നതായിട്ട് നമുക്ക് കാണും. അങ്ങനെ ആ ഒരു അധ്യായത്തിൽ യോസഫ് മരിക്കുന്ന സമയത്ത് ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോട് ഇസഹാക്കിനോട് യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അങ്ങനെ യോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവനെ സുഗന്ധവർഗ്ഗം വിട്ട് അവനെ മിസ്രയീമിലെ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. അടക്കം ചെയ്തില്ല, ശവപ്പെട്ടിയിൽ വെച്ചു. അങ്ങനെ അസ്ഥികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ യോസഫിൻ്റെ ശരീരം അവിടെ സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഇപ്പോൾ നമ്മുടെ എക്സോഡസ് നമ്മുടെ ജെനസിസിൽ നമ്മൾ പഠിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. നമ്മൾ ഈ ജെനസിസ് എന്ന് പറഞ്ഞ ഒരു അധ്യായം നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തിയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ ജെനസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉൽപ്പത്തി എന്ന് പറയുന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ വളരെയധികം ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഓഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ദൈവാത്മാവ് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാനത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എങ്കിലും ഒരുപക്ഷെ ഇനിയും ധാരാളം കാര്യങ്ങൾ അതിലും അറിഞ്ഞിരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ വളരെയധികം ഏകാഗ്രമായിട്ടിരുന്ന് ഏറ്റവും ഏകാഗ്രതയേക്കാൾ കൂടുതലായിട്ട് വിശ്വസ്തയോടുകൂടി ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം വായിച്ചാൽ ദൈവം തമ്പുരാൻ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ നമുക്കുണ്ടാകും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ മുമ്പ് ഉൽപ്പത്തി പുസ്തകത്തിന് ആദ്യം പറഞ്ഞ ഓഡിയോയിൽ ഒരു കാര്യം കൃത്യമായിട്ട് പറയാത്ത പിന്നീട് എനിക്ക് ചെറുതായിട്ട് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അത് വേറൊന്നുമല്ല, 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിന് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നെഴുതുന്നുണ്ട്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പോൾ ഈ ആദി എന്ന് പറയുന്നത് എപ്പോഴാണെന്നുള്ള ഒരു ചോദ്യം മിക്കപ്പോഴും ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നത്. ആദി അത് ഈ സമയത്തിനും കാലത്തിനും മുമ്പുള്ള ഒരു സമയത്തെയാണ്, ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ഈ ആദി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്ന് ദൈവം ആകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്കും അത് ഹെവൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹെവൻസ്, നമ്മൾ ഹെവൻസിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വിസിബിളായിട്ട് കാണുന്ന സ്കൈ, അതിന് മേളിലോട്ടുള്ള എല്ലാം ഹെവൻസാണ്. അതായത് ബാക്കിയുള്ള യൂണിവേഴ്സ് എല്ലാം ആ ഒരൊറ്റ വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യ ദൈവം ആകാശം. അപ്പോൾ കാരണം ബാക്കിയുള്ളതൊന്നും ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു കൂടുതലായിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ആ ഒരു വാക്യത്തിൽ അത് ഒതുക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യ ദൈവം ആകാശവും പിന്നെ ഭൂമിയും സൃഷ്ടിച്ചതായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആകാശവും ഭൂമിയും ഇങ്ങനെ ഇംഗ്ലീഷിലത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത് എന്ന് പറയുമ്പോൾ ഹെവൻ ആൻഡ് എർത്ത് എന്നാണ് പറയുന്നത്. അത് ആകാശവും അത് കഴിഞ്ഞിട്ട് ഭൂമിയെയും സൃഷ്ടിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വളരെ വലിയൊരു കാലഘട്ടമൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും. പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംശയങ്ങളോ വേറെ ചിന്തകളൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം കുറേയൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ സയൻസ് വഴിയും ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് ആത്യന്തികമായിട്ട് നമുക്ക് വിശ്വസിക്കാനുള്ളത് നമ്മുടെ വിശുദ്ധ വചനമാണ്, വേദപുസ്തകമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ഇത് എഴുതുന്നുണ്ട്. കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു വചനത്തിൻ്റെ തന്നെ പൂർത്തീകരണമായിട്ട് അവിടെ നമുക്ക്
നമുക്ക് യോഹന്നാൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ആദിയിൽ എന്ന് പറയുന്നത്. ആദിയിൽ ദൈവം, അപ്പോൾ ആദിയിലുണ്ടായിരുന്ന വചനമാണ് ദൈവം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ ആദിയിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ എന്താണ് വചനം, ആരാണ് വചനം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് പിന്നീട് പിന്നീട് 14-ാമത്തെ യോഹന്നാൻ്റെ പുസ്തകത്തിൽ 14-ാമത്തെ വാക്യത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് വചനം. അപ്പോൾ ആദ്യം മുതൽ തന്നെ പിതാവായ ദൈവത്തിൻ്റെ കൂടെ വചനം, അതായത് പുത്രനായ നമ്മുടെ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. അപ്പോൾ ഈ വചനം മുഖാന്തരമാണ് ദൈവത്തോടു കൂടെയുള്ള, പിതാവായ ദൈവത്തിൻ്റെ കൂടെയുള്ള വചനത്താലാണ് സകലവും ഉളവായത്. അതായത് പിതാവായ ദൈവത്തിൻ്റെ കൂടെയുള്ള സ്വർഗസ്ഥനായ പുത്രൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് സകലവും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എന്തുവാ? ജീവൻ എന്ന് വെച്ചാൽ എന്തുവാ? ആത്മാവാണ്, ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ്. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇതൊന്നായിട്ട് ആദ്യം മുതൽ തന്നെ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് നമുക്ക് വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ നമുക്കൊരു കാര്യം കൂടി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം കൂടി നമുക്ക് കാണേണ്ടതാണ്. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ പഴയ നിയമത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിലും പിന്നെ ജനസിസ് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രത്യേകിച്ചും കാണുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ ആണ് ആദ്യം മുതൽ തന്നെ പിതാവായ ദൈവത്തിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ, ഉൽപ്പത്തി മുതൽ നമ്മൾ കാണുന്ന ദൈവത്തെ കാണുന്നതും ദൈവം പ്രത്യക്ഷപ്പെടുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. പിതാവായ ദൈവത്തെ കാണുവാനായിട്ട് മനുഷ്യന് കഴിയത്തില്ല. കാരണം അതിനുള്ള ഒരു മഹത്വം മനുഷ്യനില്ല. അപ്പോൾ പിതാവിനെ പിന്നെ ആരാ വെളിപ്പെടുത്തിയത്? പിതാവിനെ വെളിപ്പെടുത്തിയത് ആദ്യം മുതൽ പിതാവായ ദൈവത്തിൻ്റെ കൂടെയുള്ള പുത്രനായ ദൈവമാണ് പിന്നെ പിതാവിനെ വെളിപ്പെടുത്തുക. അപ്പോൾ വചനത്തിൽ, പഴയ നിയമത്തിലെല്ലാം ഉടനീളം നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ആണ് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുന്നതായിട്ട്. അതായത് കർത്താവായ യേശു ക്രിസ്തു ആണ് അവിടെ എല്ലായിടത്തും വന്നതായിട്ട് നമുക്ക് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് യഹോവ എന്ന പേരിൽ തന്നെ ദൈവം വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പിതാവായ ദൈവത്തിന് വേണ്ടി പുത്രൻ പിതാവിനോട് കൂടെയുള്ള ട്രിനിറ്റി ഗോഡാണ്. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നതിൻ്റെ ആൾരൂപമായ പുത്രനാണ് അന്നവിടെ വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ ആ വാക്യത്തിൻ്റെ അടുത്ത് ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. ഈ ആഴം എന്ന് സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു വെള്ളത്തിൻ്റെ ആഴമോ മറ്റൊന്നുമല്ല. ഈ ആഴം എന്ന് പറയുന്നത് ഇരുട്ടിൻ്റെ, അതായത് നമ്മൾ ഹെവൻസ് മേളിൽ പറഞ്ഞല്ലോ, ഹെവൻസ് എന്ന് പറഞ്ഞത്. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചതിൽ ഹെവൻ ആൻഡ് എർത്ത് എന്ന് പറയുമ്പോൾ ഹെവൻ എന്ന് പറഞ്ഞാൽ ഡീപ്പ് സ്പേസാണ്. അപ്പോൾ അതും അതിലുള്ളതെല്ലാം,
അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സയൻറ്റിഫിക് ടൈമിൽ ഇങ്ങനെ ആൾക്കാർ പറയുന്ന പോലെ സ്പേസ് എന്ന് വെച്ചാൽ വെറും സ്പേസ് അല്ല, സ്പേസ് ടൈം ആണെന്ന് പറയും. എന്ന് വെച്ചാൽ സ്പേസും ആണ് ടൈമും കൂടെയാണ്. അതായത് ഉള്ളിലോട്ട് പോകുന്തോറും നമ്മൾ ഇങ്ങനെ സമയത്ത് കൂടി സഞ്ചരിച്ചു കൊണ്ടും കൂടി ഇരിക്കും. അപ്പോൾ ആദിയിൽ ആ സമയത്ത് ആദിയിൽ ദൈവം ഈ ആകാശം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ആകാശത്തിന് കൂടെ ഈ സ്പേസും ടൈമും കൂടിയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ അതിൻ്റെ ആഴമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം എല്ലാം ഇരുട്ടിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കാണേണ്ടത്, അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ അതിനുശേഷം അത് പറയുന്നു, ആദ്യം തന്നെ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. പിന്നെ അതിനുശേഷം ഭൂമിയിലുണ്ടായിരുന്ന മുഴുവൻ വെള്ളമായിരുന്നപ്പോൾ വെള്ളത്തിന് മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ ഇതിന് കൂടുതലായിട്ട് നമ്മൾ ഇൻഡെപ്ത് ഇങ്ങനെ പരിശോധിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശുദ്ധ വചനത്തിൽ നിന്ന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കത് അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം ഇത് പെട്ടെന്ന് ഒരു ദിവസം ഒരാൾക്ക് ഇത് ഒന്നോ രണ്ടോ വാക്യങ്ങൾ അല്ലെങ്കിൽ വാചകങ്ങൾ എവിടുന്നെങ്കിലും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒന്നും മനസ്സിലായെന്ന് വരത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഇരുന്ന് വായിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയറാണ് പ്രാർത്ഥനയില്ലാതെ നമ്മൾ എന്ത് വായിച്ചിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ പ്രാർത്ഥിച്ച് ഇത് മനസ്സിലാക്കി തരണമേ എന്ന് കർത്താവിനോട് നമ്മൾ ഉള്ളം കൊണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ സ്വയം വെളിപ്പെടുത്തും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. എനിക്കുള്ള കാര്യങ്ങളെല്ലാം, എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എപ്പോഴൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ദൈവം തന്നെ അത് കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ടുമുണ്ട്. അത് നടത്തിയിട്ട് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്നതിനും ഇപ്പോഴും നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഉൽപ്പത്തി എന്നുള്ളത് അടിസ്ഥാനമാണ്. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അതിൽ വീണ്ടും എന്തെങ്കിലും ചില കാര്യങ്ങൾ ഇനിയും ഒരു പക്ഷേ ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് വെളിപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഞാൻ ഇനിയുള്ള പാഠഭാഗങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാനോ എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഏതായാലും ഇന്നത്തോടു കൂടി അത് ഉൽപ്പത്തി പുസ്തകം തീരുകയാണ്. ഇനി അടുത്ത ദിവസം മുതൽ നമുക്ക് പുറപ്പാട് പുസ്തകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.